Good morning, students. Welcome back to our classes. Today we are going to start our third module, which is regression analysis. First of all, let us see what is meant by regression. The dictionary or literal meaning of the word regression is moving back, returning to average value or stepping back. റിഗ്രഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ പുറകോട്ട് പോവുക, മൂവിങ് ബാക്ക്, ബാക്ക്വേർഡ് പോവുക, അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് ബാക്ക്, അതോ അല്ലെങ്കിൽ ആവറേജ് വാല്യൂയിലോട്ട് റിട്ടേൺ ചെയ്യുക എന്നതൊക്കെയാണ് ആ വേർഡിൻ്റെ മീനിങ്. റിഗ്രഷൻ എന്ന് പറയുന്നത് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ദ ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ദ ഡേറ്റ. ഡേറ്റയുടെ ഒറിജിനൽ യൂണിറ്റ്സ് വെച്ച് നമ്മൾ രണ്ടിലധികം വേരിയബിൾസോ തമ്മിൽ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ്, ആവറേജ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുക. ഇതിനെ വിളിക്കുന്ന പേരാണ് റിഗ്രഷൻ. സോ റിഗ്രഷൻ എന്ന് പറയുന്നൊരു മാത്തമാറ്റിക്കൽ മെഷറാണ് വിച്ച് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. ഓക്കെ, ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആസ് വെൽ ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ആദ്യം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. The variable predicted on the basis of other variable is called dependent variable. നമ്മൾ വേറൊരു വേരിയബിളിനെ വെച്ച് റിലേറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്താൽ അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കാറ്റ് വീശുന്നു. ഓക്കെ, വിൻഡിൻ്റെ ഫ്ലോ നമ്മൾ നോക്കുവാണ്. അപ്പോൾ ആ കാറ്റ് കൂടുതലാണെങ്കിൽ മഴ കൂടും, അല്ലെങ്കിൽ കാറ്റ് കൂടുതലാണെങ്കിൽ മഴ കുറയും. അങ്ങനെ കാറ്റിനെ വെച്ച് മഴയെ കമ്പയർ ചെയ്യുമെങ്കിൽ നമുക്ക് പറയാം അതൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് മഴയെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു വേരിയബിളിനെ വെച്ച് കമ്പയർ ചെയ്യുന്നു. സോ മഴ അല്ലെങ്കിൽ റെയിൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്. ആരെ ഡിപ്പെൻഡൻ്റ് ആണ്? വിൻഡിനെ ഡിപ്പെൻഡൻ്റ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു വേരിയബിളിനെ വെച്ച്, ഒരു വേരിയബിളിൻ്റെ വാല്യൂ കിട്ടാൻ വേറൊരു വേരിയബിളിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുമെങ്കിൽ ആ വേരിയബിളാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതേസമയം അങ്ങനെ അല്ലാത്ത ആ വേരിയബിൾ, അതായത് അതർ വേരിയബിൾ ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പോൾ ഈ മഴയും കാറ്റും എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ മഴയെയാണ് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്, കാറ്റിനെ റിലേറ്റ് ചെയ്ത്. അപ്പം മഴയെന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും കാറ്റെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. കാറ്റിന് മഴയായിട്ട് ബന്ധമില്ല. ഇതൊരു ഒറിജിനൽ എക്സാമ്പിൾ അല്ല, ഞാൻ വെറുതെ പറഞ്ഞൊരു എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ എന്താണ് റിഗ്രഷൻ അനാലിസിസ്? The prediction which is based on average relationship arrived at statistically is called regression analysis. Regression analysis എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആവറേജ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു പ്രഡിക്ഷൻ ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുക. അതുപോലെ റിഗ്രഷൻ ഇക്വേഷൻ എന്നൊരു ടേം ഉണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇക്വേഷൻ വിച്ച് ഇസ് യൂസ് ഫോർ റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് റിഗ്രഷൻ ഇക്വേഷൻ. സോ റിഗ്രഷൻ അനാലിസിസിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാനാണെങ്കിൽ വി ക്യാൻ ഡിഫൈൻ റിഗ്രഷൻ അനാലിസിസ് ആസ് the estimation or prediction of the unknown value of one variable from the known value of other variable. ഒരു വേരിയബിൾ അറിയാവുന്ന വാല്യൂസ് ആണ്, നോൺ വാല്യൂസ് ആണ്. ഓക്കെ, വേറൊരു വേരിയബിൾ നമുക്ക് അറിയാൻ മേല. ഫോർ എക്സാമ്പിൾ, എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂസ് എല്ലാം നമുക്കറിയാം, വൈയുടെ വാല്യൂസ് ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അറിയാവുന്ന വേരിയബിൾ വെച്ചിട്ട് അറിയാൻ വയ്യാത്ത വേരിയബിൾ കണ്ടുപിടിക്കുന്നു. അതായത് ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് എക്സ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി അൺനോൺ വാല്യൂസ് ഓഫ് വൈ. ഇതിനെയാണ് ഈ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എസ്റ്റിമേഷനെ വിളിക്കുന്ന പേരാണ് റിഗ്രഷൻ അനാലിസിസ്. അതിന് കുറേ അധികം ഡെഫിനിഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ഞാൻ PDF നോട്ട്സ് ഇട്ടേക്കാം ടെക്സ്റ്റ് ബുക്കിൻ്റെ. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യുക. നൗ മൂവിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസ്. എന്തൊക്കെയാണ് റിഗ്രഷൻ അനാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? First one is, it consists of a mathematical device that is used to measure the average relationship between two or more closely related variables. രണ്ടിലധികമോ റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു, റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തത്, ഇൻ ഓർഡർ ടു എസ്റ്റിമേറ്റ് അൺനോൺ വാല്യൂ. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. തേർഡ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ പ്രെഡിക്ഷൻ ഓർ എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂസ് ഓഫ് വൺ വേരിയബിൾ ഇൻ ടേംസ് ഓഫ് ദ വാല്യൂസ് ഓഫ് അതർ വേരിയബിൾ. ഒരു വേരിയബിളിനെ റിലേറ്റ് ചെയ്ത്
വേറൊരു വേരിയബിളിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് വൺ മോർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 റിഗ്രഷൻ ലൈൻസ്. 2 റിഗ്രഷൻ ലൈനുകളാണുള്ളത്. ആദ്യത്തേത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, എക്സ് ഓൺ വൈ എന്ന് പറയുന്ന റിഗ്രഷൻ ഇക്വേഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തേത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്, വൈ ഓൺ എക്സ് എന്ന് പറയുന്ന റിഗ്രഷൻ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ഇസ് യൂട്ടിലിറ്റി ഓഫ് റിഗ്രഷൻ അനാലിസിസ്. ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ, റിഗ്രഷൻ അനാലിസിസ് എന്തിനൊക്കെ യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് to establish a functional relationship between 2 or more variables. രണ്ടോ രണ്ടിലധികം വേരിയബിൾസോ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ പലതരത്തിലുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ളൊരു ടൂളായിട്ട് നമുക്ക് റിഗ്രഷൻ അനാലിസിസിനെ യൂസ് ചെയ്യാം ഇൻ കേസ് ഓഫ് എക്കണോമിക് ആസ് വെൽ ആസ് ബിസിനസ് റിസർച്ച്. തേർഡ് വൺ ഇസ് prediction or estimation of future production, price, sales, income, profit, etc. നമുക്ക് പ്രഡിക്ഷന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിലോട്ടുള്ള എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ലൈക്ക് സാധനങ്ങളുടെ വില കൂടുന്നത്, അല്ലെങ്കിൽ സെയിൽസ് എന്തുമാത്രം വരും വർഷങ്ങളിൽ നടക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും വേരിയബിൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം. ഉദാഹരണം പറയാനാണെങ്കിൽ, സാധാരണ ഡിമാൻഡ് കൂടിയാൽ എന്ത് പറ്റും, പ്രൈസ് കൂടും. ഡിമാൻഡ് കുറഞ്ഞാൽ പ്രൈസ് കുറയും. അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഡിമാൻഡും സെയിൽസും തമ്മിലുള്ളത്, അല്ലെങ്കിൽ പ്രൈസും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ച് ഫ്യൂച്ചറിലോട്ട് എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, it provides a measure of coefficient of correlation between 2 variables which can be calculated by taking the square root of the product of the 2 regression coefficients. അതായത് 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ്. റിഗ്രഷൻ കോഎഫിഷ്യൻസ് നമ്മൾ പറഞ്ഞായിരുന്നു, റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇങ്ങനെയാണ്, ബി എക്സ് വൈയും ബി വൈ എക്സും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ അത് പറയാം. ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കിയാൽ മതി, കോഎഫിഷ്യൻസ് ആണ് ബി എക്സ് വൈയും ബി വൈ എക്സും. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ബോത്ത് കോഎഫിഷ്യൻസ്, അതായത് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഡേ ടു ഡേ ലൈഫ് ആൻഡ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ് സച്ച് ആസ് ടു ഫൈൻഡ് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, yield റേറ്റ്, എക്സെട്ര. ഡേ ടു ഡേ ലൈഫിലെ പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോർമിഡബിൾ ടൂൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ടൂളായിട്ട് നമുക്ക് റിഗ്രഷൻ അനാലിസിസിനെ കൺസിഡർ ചെയ്യാം. ഇതൊക്കെയാണ് റിഗ്രഷൻ അനാലിസിസിൻ്റെ യൂസസ് അഥവാ യൂട്ടിലിറ്റി. അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ, ഈ പോയിൻറ്റ്സ് ഒക്കെ തന്നെ ആഡപ്പ് ചെയ്യാം. നൗ ലെറ്റ് us see what all are the main difference between correlation and regression. സാധാരണ എക്സാംസിന് കണ്ടുവരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഓക്കെ, കോറിലേഷൻ നിങ്ങൾ ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. നൗ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ നോക്കുന്നു. അപ്പോൾ കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഫസ്റ്റ് വൺ, മീനിങ്ങിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. കോറിലേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കോറിലേഷൻ എന്ന് വെച്ചാൽ എന്തോ ഒരു റിലേഷൻഷിപ്പാണ്, രണ്ടോ രണ്ടിലധികം വേരിയബിൾസോ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും റിലേഷൻഷിപ്പ് ഉണ്ട്, ബട്ട് ദ ആക്ച്വൽ തിങ് ഈസ് റിഗ്രഷൻ മീൻസ് റിട്ടേണിങ് ടു ആവറേജ് വാല്യൂ. സ്റ്റെപ്പിംഗ് ബാക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ മൂവിങ് ബാക്ക്, അതും അല്ലെങ്കിൽ റിട്ടേണിങ് ടു ആവറേജ് വാല്യൂ ആണ് റിഗ്രഷൻ. ഇനി കോറിലേഷനിൽ ആകെ ഒരു കോഎഫിഷ്യൻ്റേ ഉള്ളൂ, അതാണ് സ്മോൾ ലെറ്റർ ആർ. അതേസമയം റിഗ്രഷനിൽ 2 കോഎഫിഷ്യൻസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ബി എക്സ് വൈയും ബി വൈ എക്സും. ദെൻ കോറിലേഷൻ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് മെഷറാണ്, എന്നാൽ റിഗ്രഷൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മെഷറാണ്. ദെൻ കോറിലേഷൻ്റെ കേസിൽ ദർ ഇസ് നോ നീഡ് ടു ഇൻഡിക്കേറ്റ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ കാണിക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കോറിലേഷൻ എന്ന് പറയാൻ നേരത്ത് മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ആണുള്ളത്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നും എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റും. അതേസമയം റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അതൊരു ഫങ്ഷണൽ റിലേഷനാണ്. ഓക്കെ,
Then next one is correlation coefficient. Coefficient is independent of change of origin and scale. ഓക്കെ, ഒറിജിൻ അല്ലെങ്കിൽ സ്കെയിലിൻ്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേസമയം റിഗ്രഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചാർജ് ഓഫ് ദ ഒറിജിൻ ബട്ട് നോട്ട് ഓഫ് സ്കെയിൽ. സ്കെയിലിനെ ഡിപ്പെൻഡൻ്റ് ആണ്, എന്നാൽ ഒറിജിനെ ഇൻഡിപെൻഡൻ്റ് ആണ്. ആദ്യത്തെ കേസിൽ ഒറിജിനെയും സ്കെയിലിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണുള്ളത്. പക്ഷേ രണ്ടാമത്തതിൽ ഒറിജിനെ മാത്രമേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൂ, സ്കെയിലുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഇസ് കോറിലേഷനിൽ it is a measure of both degree and nature of relation between any two or more variables. രണ്ടോ രണ്ടിലധികം ആയിട്ടുള്ള വേരിയബിൾസോ തമ്മിലുള്ള നേച്ചർ ഓഫ് റിലേഷനെ കാണിക്കുന്നു. അതേസമയം റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എസ്റ്റിമേഷൻ ഓഫ് അൺനോൺ വാല്യൂസ് ഓഫ് വൺ വേരിയബിൾ. ഏതോ ഒരു അൺനോൺ വേരിയബിളിൻ്റെ വാല്യൂ ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ അതർ നോൺ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ടെക്സ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഷോർട്ടായിട്ടാണ് പോയിൻറ്റ്സ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിക്കോളുക. പഠിക്കുമ്പോൾ ഇത് പഠിച്ചാൽ മതി, പക്ഷേ സെൻറ്റൻസ് ആയിട്ട് വേണം എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതാൻ. ദെൻ ടൈപ്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസ് ഏതൊക്കെ ടൈപ്സിൽ അവൈലബിൾ ആണ്? ലെറ്റ് us see. There are mainly 3 categories of classification for regression analysis. First one is simple and multiple regression analysis. Simple regression analysis എന്ന് പറഞ്ഞാൽ it is the study of only 2 variables at a time. ഒരേ സമയം 2 വേരിയബിൾസ് മാത്രം എടുത്ത് പഠിക്കുന്നതിനെയാണ് സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ് ഓഫ് റെയിൻഫോൾ ഓൺ ദ yield ഓഫ് എ ക്രോപ്പ്. ഓക്കെ, നമ്മുടെ ഒരു ക്രോപ്പിൻ്റെ വിളവുമായി ബന്ധപ്പെട്ട് വിളവ് റെയിൻഫോളുമായി ബന്ധപ്പെട്ട് നോക്കുന്നത്. അതായത് മഴ കൂടിയാൽ വിളവ് കൂടുമോ, അല്ലെങ്കിൽ മഴ കുറഞ്ഞാൽ കിട്ടുന്ന ആദായം അല്ലെങ്കിൽ ക്രോപ്പ് കൂടുമോ, പ്രൊഡക്ഷൻ കൂടുമോ കുറയോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അത് 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഓൺ സെയിൽസ്. ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു മൊബൈൽ ഫോൺ ഇറങ്ങുവാണ്, ആ മൊബൈൽ ഫോണിൻ്റെ പരസ്യം എല്ലാ സോഷ്യൽ മീഡിയാസിലും നമ്മുടെ അല്ലാത്ത ന്യൂസ് പേപ്പേഴ്സ്, അതർ മീഡിയാസ്, കമ്മ്യൂണിക്കേറ്റീവ് മീഡിയാസിലൊക്കെ വരുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് കാരണം സെയിൽസ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് സെയിലിനെ അഫക്റ്റ് ചെയ്യുന്നില്ലേ, അതോ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് സെയിൽസ് കുറയുന്നുണ്ടോ, അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇത് ആക്ച്വലി 2 വേരിയബിൾസ് അല്ലേ ഉള്ളൂ. ഏതൊക്കെയാണ് വേരിയബിൾസ്? അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, സെയിൽസ് എന്ന് പറയുന്ന അതർ വേരിയബിൾ. ഇങ്ങനെ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നോക്കുന്നതാണ് സിമ്പിൾ റിഗ്രഷൻ. 2 വേരിയബിൾസിനെ അറ്റ് എ ടൈം എടുത്ത് പഠിക്കുന്നുള്ളൂ. അതേസമയം മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. മോർ ദാൻ 2 വേരിയബിൾസ് അറ്റ് എ ടൈം നമ്മളെടുത്ത് പഠിച്ചാൽ അതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. നേരത്തെ എക്സാമ്പിൾ നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് നോക്കാം. yield ഓഫ് ക്രോപ്പ് ഡിപ്പെൻഡിങ് ഓൺ റെയിൻഫോൾ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. വളവും, അതായത് കൃഷിഭൂമിയിൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് അഥവാ വളവും, അതുപോലെ അവിടെ ലഭിക്കുന്ന മഴയും. ഇതിപ്പോൾ 2 എണ്ണമായില്ലേ, 2 വേരിയബിൾസായി, റെയിൻഫോള്, ഫെർട്ടിലൈസർ. ഇത് ആരുമായിട്ടുള്ള ബന്ധം? ക്രോപ്പിൻ്റെ ഈൽഡുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ക്രോപ്പിൻ്റെ പ്രൊഡക്ഷനുമായിട്ടുള്ള ബന്ധം. അപ്പം 3 വേരിയബിൾസ് ആയി ടോട്ടൽ. ഏതൊക്കെയാണ്? yield ഓഫ് ക്രോപ്പ്, റെയിൻഫോൾ, ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ 2-ലധികം വേരിയബിൾസ് ഒരേ സമയം എടുത്ത് പഠിച്ചാൽ അതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷൻ എന്ന് വെച്ചാൽ ദ റിഗ്രഷൻ കർവ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലെങ്കിൽ കർവ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരണം. അതേസമയം നോൺ ലീനിയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? റിഗ്രഷൻ കർവ് അല്ലെങ്കിൽ ലൈൻ ഓഫ് റിഗ്രഷൻ സ്ട്രെയിറ്റ് ലൈൻ അല്ല, കർവായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും വരുന്നത്, സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടുന്നില്ല. അതാണ് നോൺ ലീനിയർ റിഗ്രഷൻ. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് total regression as well as partial regression. Total regression analysis means in this study all the important variables are considered. നമ്മളുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട എല്ലാ വേരിയബിൾസും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വേരിയബിൾസും കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ടോട്ടൽ റിഗ്രഷൻ അനാലിസിസ്. അതേസമയം പാർഷ്യൽ റിഗ്രഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ വേർഡിൽ നിന്ന് തന്നെ ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇറ്റ് ഈസ് എ സ്റ്റഡി
ഓഫ് എഫക്റ്റ് ഓഫ് 1 or 2 relevant വേരിയബിൾസ്, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഏറ്റവും വേണ്ടപ്പെട്ട റെലവൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ ബന്ധം മാത്രം പഠിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ പാർഷ്യലായിട്ടേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിനെയാണ് പാർഷ്യൽ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ഇനഫ് ഫോർ ടുഡേയ്സ് ക്ലാസ്. നമുക്കിനി ലൈൻ ഓഫ് റിഗ്രഷൻ നോക്കണം, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ, ദെൻ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് തിയറി പോർഷൻസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. It will be better for you to study the daily portions, otherwise it will be difficult for you. Okay, എക്സാം ഒക്കെ അടുത്ത് വരുവാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആണ് റൺ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ വരാൻ നേരത്താണെങ്കിലും ലാസ്റ്റ് ഡേയിൽ തലേന്നൊക്കെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിവതും പോർഷൻസ് ക്ലിയർ ചെയ്ത് തന്നെ പോവുക. ഡെയിലി പഠിച്ചു പോയാൽ അത്രയും നല്ലത്. അതുപോലെ വീക്ക്ലി ഒന്ന് റിവൈസ് ചെയ്യാൻ കൂടെ പറ്റുമോ നോക്കുക. നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ ഇന്നത്തെ നോട്ട്സിൻ്റെ, ഇന്ന് നമ്മൾ എടുത്ത ക്ലാസ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് എഴുതി വാട്സപ്പിൽ ഈവനിങ് പോസ്റ്റ് ചെയ്തേക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. മേ ബി ഞാൻ മെസ്സേജ് കാണാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മിസ് കോൾ കണ്ടാൽ തിരിച്ചു വിളിക്കാൻ ഇത്തിരി ഡിലേ ഉണ്ടാവും. ഇപ്പോൾ വാവയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. എനിവേ ഐ വിൽ ഗെറ്റ് യു ബാക്ക് വെൻ ഐ ആം ഫ്രീ. സോ ആവശ്യമുള്ളപ്പോൾ മെസ്സേജ് ഇട്ടോളുക. ഓക്കെ, so that's all for today's class. Thank you. Have a nice day.